നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസിന്റെ അമിതാധികാര പ്രയോഗം കൊണ്ട് തൃശൂർ പൂരം അട്ടിമറിക്കപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ അമ്പേ പരാജയപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെയും BJPയുടെയും രഹസ്യ അജണ്ടയ്ക്ക് പൂരം പോലെ ഒരു ദേശീയ ഉത്സവത്തെ കരുവാക്കിയത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നും കെ മുരളീധരൻ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക്. വോട്ടുറപ്പിക്കാൻ മുന്നണികൾ. മലമ്പുഴ മണ്ഡലത്തെ ഇളക്കിമറിച്ച് BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയുടെ റോഡ് ഷോ. പട്ടാമ്പിയിൽ UDF ബൈക്ക് റാലി. ആലത്തൂർ മണ്ഡലത്തിലെ ചേലക്കരയിൽ UDF റാലിയും പൊതുയോഗവും. വ്യക്തിഹത്യയല്ല, ജനകീയ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകേണ്ടതെന്ന് SYS. ചാവക്കാട് SYS തൃശൂർ ജില്ലാ പ്ലാറ്റൂൺ അസംബ്ലി. രൂക്ഷമായ തൊഴിലില്ലായ്മ രാജ്യം നേടിയെന്ന് അവകാശപ്പെടുന്ന പുരോഗതിയുടെ പൊള്ളത്തരത്തെ വെളിവാക്കുന്നതാണെന്ന് SYS സംസ്ഥാന സെക്രട്ടറി M മുഹമ്മദ് സാദിഖ്. വടക്കഞ്ചേരി പാർലിക്കാട് നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് അത്താണി സ്വദേശി സനീഷ് ബാബു. ചാലക്കുടി കൂടപ്പുഴയിലെ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അട്ടിമറിയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ. ഗുരുവായൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെയും BJPയുടെയും രഹസ്യ അജണ്ടയ്ക്ക് പൂരം പോലെ ഒരു ദേശീയ ഉത്സവത്തെ കരുവാക്കിയത് അങ്ങേയറ്റം നിർഭാഗ്യകരമെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂർ പൂരം പോലീസിന്റെ അമിതാധികാര പ്രയോഗം കൊണ്ട് അട്ടിമറിക്കപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം അനിവാര്യമാണെന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും വിഷയത്തിൽ അമ്പേ പരാജയപ്പെട്ടു. രാത്രി 11 മണിക്ക് തുടങ്ങിയ പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് രാവിലെ വരെ കാത്തിരിക്കേണ്ടി വന്നതെന്നും മുരളീധരൻ ചോദിച്ചു. ഇത് ഒരു ഹിഡൻ അജണ്ടയുടെ ഫലമാണ്. അസുഖമാണെന്ന് പറഞ്ഞ പൂരനഗരിയിലേക്ക് വരാതിരുന്ന BJP സ്ഥാനാർത്ഥി പുലർച്ചെ എത്തിയത് ഇതിന്റെ ഭാഗമാണ്. 1962 ചൈന യുദ്ധം നടന്ന സമയത്താണ് ആദ്യമായി പൂരം റദ്ദാക്കിയത്. പിന്നീട് കോവിഡ് കാരണവും റദ്ദാക്കേണ്ടി വന്നു. എന്നാൽ പോലീസിന്റെ നിരുത്തരവാദപരമായ സമീപനത്താൽ വെടിക്കെട്ട് മാറ്റിവെച്ച് പൂരത്തിന്റെ ശോഭ കെടുത്തിയത് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. സംസ്ഥാന സർക്കാരിന്റെയും BJPയുടെയും രഹസ്യ അജണ്ടയ്ക്ക് പൂരം പോലെ ഒരു ദേശീയ ഉത്സവത്തെ കരുവാക്കിയത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ സ്ഥലത്തുണ്ടായിരുന്നിട്ടും എന്തിനാണ് ഇത്രയധികം വൈകിച്ചത്? രാത്രിപൂരവും പകൽ വെടിക്കെട്ടുമെന്ന അവസ്ഥയിലേക്ക് തൃശൂർ പൂരത്തെ കൊണ്ടെത്തിച്ചതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ മാത്രമാണ്. മന്ത്രിയേക്കാൾ മേലെയാണോ പോലീസെന്നും അദ്ദേഹം ചോദിച്ചു. NDA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പൂരത്തിന് പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നത്. സംസ്ഥാന സർക്കാർ ഈ അട്ടിമറി അന്വേഷിക്കാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? ഇപ്പോൾ പോലീസ് നിയന്ത്രണം വിട്ട് പെരുമാറി എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ചോദ്യം, പോലീസിനെ നിയന്ത്രിക്കാനുള്ള ജില്ലാ ഭരണകൂടം തീരും. പൂരം മുടങ്ങാൻ പോകുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഇടപെട്ടോ? കാരണം ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അലങ്കോലമായി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഭരണത്തലവൻ മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രി ഇടപെടണ്ടേ? മന്ത്രി രാജൻ ചർച്ച ഏതാണ്ട് 5:30 മണി വരെ ചർച്ച നീണ്ടുപോയി. ഒടുവിൽ പത്രത്തിൽ വന്ന വാർത്ത, ചാനലിൽ വന്ന വാർത്ത, 2 സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പുണ്ടായിരുന്നു. ഒത്തുതീർപ്പുണ്ടാകുന്ന 6 മണിക്കാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വെളിയൂരിൽ നിന്നും ആരംഭിച്ച റാലി ഓങ്ങല്ലൂരിൽ സമാപിച്ചു. സ്ഥാനാർത്ഥി A വിജയരാഘവൻ, മുഹമ്മദ് മുഹ്സിൻ MLA, NP വിനയകുമാർ എന്നിവർ റാലിക്കൊപ്പമുണ്ടായിരുന്നു. മലമ്പുഴ മണ്ഡലത്തെ ഇളക്കിമറിച്ച് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ റോഡ് ഷോ. കഞ്ചിക്കോട് കൊയ്യാമരക്കാട് നിന്ന് ആരംഭിച്ച വർണ്ണശബളമായ റോഡ് ഷോ കഞ്ചിക്കോട് ജംഗ്ഷനിലാണ് സമാപിച്ചത്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുഗ്രഹത്തിൻ്റെ 1000 കലിക്കോടിൻ്റെ
NDA പാലക്കാട് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചരണാർത്ഥം നടത്തിയ റോഡ് ഷോയിൽ BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയ്ക്കൊപ്പം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. പാലക്കാട് മേലാമുറിയിലും അണ്ണാമലയുടെ റോഡ് ഷോ സംഘടിപ്പിച്ചു. റോഡ് ഷോയിൽ BJP പ്രവർത്തകരുടെ ബൈക്ക് റാലിയും ആവേശകരമായി. കൊയ്യാമരക്കാട് മുതൽ കഞ്ചിക്കോട് വരെ നിരവധി പ്രവർത്തകരുടെ ആവേശകരമായ വരവേൽപ്പാണ് അണ്ണാമലയ്ക്ക് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ത്യയെ നിലനിർത്താൻ ഇടതുപക്ഷം വിജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം വിക്രം സിംഗ്. പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF പറളി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറളി, എടത്തറ, തേനൂർ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ റാലി പറളി കടവത്ത് സമാപിച്ചു. LDF പറളി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PD ശശികുമാർ അധ്യക്ഷനായി. PC അശോക് കുമാർ, സുജിത്, ശശികുമാർ, EK ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്, CPI നേതാവ് AS ശിവദാസ്, PA ഗോകുൽദാസ്, ജനതാദൾ നേതാവ് എടത്തറ രാമകൃഷ്ണൻ, K വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചേലക്കര ടൗൺ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി ഉമ്മൻചാണ്ടി നഗറിൽ സമാപിച്ചു. സമാപന സമ്മേളനം തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കരിവന്നൂർ ബാങ്കിനെ തട്ടിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് അവസാനത്തെ തട്ടിപ്പായി മാറും. അപ്പോഴാണ് കുട്ടല്ലൂർ ബാങ്ക്, കുട്ടല്ലൂർ കഴിഞ്ഞപ്പോഴാണ് മൂസ്പെറ്റ് ബാങ്ക്, മൂസ്പെറ്റ് കഴിഞ്ഞപ്പോഴാണ് അയ്യന്തോട് കഴിഞ്ഞപ്പോഴാണ് തൃശൂർ സർവീസ് സഹകരണ ബാങ്ക്. മാസുറ്റുമാറ്റി ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ മുഴുവൻ കള്ളപ്പണം സൂക്ഷിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റിയപ്പോ 10,000-കണക്കിന് പാവപ്പെട്ട നിക്ഷേപകരുടെ പണം മുഴുവൻ അടിച്ചു മാറ്റി മാസുറ്റുമാറ്റി സമ്പത്ത് വാരിക്കൂട്ടിയപ്പോ പരിപാവനമായ സഹകരണ മേഖലയാണ്, ആ സഹകരണ മേഖല വിശ്വാസ്യതയാണ് തകർന്നു തരിപ്പണമായത്. UDF ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ PM മനീഷ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം മുഖ്യപ്രഭാഷണം നടത്തി. UDF ചേലക്കര മണ്ഡലം ചെയർമാൻ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാക്കളായ E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, P സുലൈമാൻ, PS സുധീർ, KP ഷാജി, VJ ബാബു, ജോൺ ആടുപാറ, വിനോദ് പന്തലാടി, കലാമണ്ഡലം സുരേഷ്, സരിത പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജനകീയ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകേണ്ടതെന്ന് SYS സംസ്ഥാന സെക്രട്ടറി M മുഹമ്മദ് സാദിഖ്. SYS തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പ്ലാറ്റൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ഗുരുതരമായ പല പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സന്ദർഭത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പകരം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാന ചർച്ചയാകേണ്ടതെന്ന് SYS സംസ്ഥാന സെക്രട്ടറി M മുഹമ്മദ് സാദിഖ് പറഞ്ഞു. കഴിഞ്ഞ 2 ദശകത്തിനിടെ തൊഴിലില്ലായ്മ ഇരട്ടിയായി. തൊഴിൽ രഹിതരിൽ 83% യുവജനങ്ങളാണ്. യോഗ്യരായ കോടിക്കണക്കിന് ആളുകൾ രാജ്യത്തുണ്ടായിട്ടും അവർ തൊഴിൽ രഹിതരായി തുടരുന്നത് രാജ്യം നേടിയെന്ന് പറയുന്ന പുരോഗതിയുടെ പൊള്ളത്തരത്തെ വെളിവാക്കുന്നതാണ്. വോട്ട് തേടുന്നവരും വാഗ്ദാനങ്ങൾ ചൊരിയുന്നവരുമെല്ലാം ഈ പ്രശ്നം ക്രിയാത്മകമായി അഭിസംബോധന ചെയ്യണമെന്നും യുവജനങ്ങളെ നിരാശയിലേക്ക് നയിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ പരിഹരിക്കാനുള്ള ഇച്ഛാശക്തിയും നടപടികളും ഭരിക്കുന്നവരിൽ നിന്നുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയുണ്ടായി. ലോകം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ ഗുരുതരമായ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നതിനിടയിലാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ ആലോചിക്കുക. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയാം, നമ്മുടെ ഈ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ പോലും മനുഷ്യന്റെ പ്രശ്നങ്ങൾ, ഈ രാജ്യത്തിലെ പൗരന്റെ പ്രശ്നങ്ങൾ, ജനകീയമായ പ്രശ്നങ്ങൾ അത് തിരഞ്ഞെടുപ്പിലെ ചർച്ചകളിൽ, അജണ്ടകളിൽ കടന്നു വരുന്നില്ല എന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി, വ്യക്തിഹത്യകൾ നടത്തി യഥാർത്ഥ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ദൗർഭാഗ്യകരമായ കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട്. SYS തൃശൂർ ജില്ലാ പ്രസിഡന്റ് വരവൂർ അബ്ദുൾ അസീസ് നിസാമി അധ്യക്ഷത വഹിച്ചു. SSF ദേശീയ സെക്രട്ടറി CN ജാഫർ പ്രമേയ പ്രഭാഷണവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം VK റാഷിദ് ബുഖാരി സന്ദേശ പ്രഭാഷണവും
CKM ഫാറൂഖ് പ്രൈം ടൈം സ്പീച്ചും നടത്തി. സമസ്ത ജില്ലാ പ്രസിഡന്റ് താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. SYS ജില്ലാ ജനറൽ സെക്രട്ടറി PU ഷമീർ സ്വാഗതവും പ്ലാറ്റൂൺ ജില്ലാ ചീഫ് മാഹിൻ ഷുഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. LDF തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കോങ്ങാട് നിയോജകമണ്ഡലം തല കലാജാഥയ്ക്ക് മണ്ണൂരിൽ സ്വീകരണം നൽകി. കലാജാഥയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള തെരുവുനാടകം സംഘടിപ്പിച്ചു. സ്വീകരണ യോഗത്തിൽ മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ സ്വാമിനാഥൻ, കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത്, വൈസ് പ്രസിഡന്റ് ബിന്ദു, ബ്ലോക്ക് അംഗം മുത്തലി, വാർഡംഗം A ഷിഹാബ് എന്നിവർ പങ്കെടുത്തു. കോർഡിനേറ്റർ അജിത്തിന്റെ നേതൃത്വത്തിലുള്ള 20 വിദ്യാർത്ഥികളാണ് കലാജാഥ അവതരിപ്പിക്കുന്നത്. മണ്ണൂരിലും നഗരപ്പുറത്തുമായിട്ടാണ് തെരുവ് നാടകം അരങ്ങേറിയത്. കലാജാഥ 24-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ടു. ചിറയത്ത് തൂക്കുപറമ്പിൽ വീട്ടിൽ 52 വയസ്സുള്ള സാബുവാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട തടയണയുടെ ഷട്ടറിനുള്ളിൽ സാബു കുടുങ്ങുകയായിരുന്നു. ചാലക്കുടി ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ മൃതദേഹം പുറത്തെടുത്തു. തുടർന്ന് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കഞ്ചേരി പാർലിക്കാട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. അത്താണി വെടിപ്പാറ സ്വദേശി 41 വയസ്സുള്ള സനീഷ് ബാബുവാണ് മരിച്ചത്. സുഹൃത്ത് ഓടിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിറകിലിരിക്കുകയായിരുന്ന സനീഷ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതാണ് മരണകാരണം. സ്കൂട്ടർ ഓടിച്ചിരുന്ന സുഹൃത്തിനും പരിക്കുണ്ട്. വടക്കാഞ്ചേരിയിൽ വെച്ച് ടിപ്പർ ലോറിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മുണ്ടത്തിക്കോട് വിയറ്റ്നാം നഗർ സ്വദേശി 34 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി വടക്കാഞ്ചേരി പള്ളിക്ക് സമീപമായിരുന്നു അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഓൾ ഇന്ത്യ വീരശൈവ സഭ സംസ്ഥാന പ്രതിനിധി സമ്മേളനം പാലക്കാട്ട് നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീരശൈവ സഭയെ പരിഗണിക്കുന്നവരെ പിന്തുണയ്ക്കുമെന്ന് സമ്മേളനം വ്യക്തമാക്കി. പ്രതിനിധി സമ്മേളനം ഓൾ ഇന്ത്യ വീരശൈവ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം കേരളത്തിലെ വീരശൈവർ അനുഭവിക്കുന്ന വിഷമതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ദീർഘകാലമായി ഏതാണ്ട് 4 പതിറ്റാണ്ടോളം വീരശൈവരുടെ പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 4 പതിറ്റാണ്ടോളം കേരളത്തിൽ വീരശൈവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നും മുഴുവൻ ഉപവിഭാഗങ്ങൾക്കും കേന്ദ്ര പിന്നോക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വീരശൈവ വിഭാഗം കേന്ദ്ര പിന്നോക്ക പട്ടികയിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് മുരുകൻ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് R രവി മുഖ്യപ്രഭാഷണം നടത്തി. R രമേഷ് ബാബു, P സുബ്രഹ്മണ്യൻ വല്ലങ്ങി, R രവി കഞ്ചിക്കോട്, K പഴനിയാണ്ടി, A സംഗീത, M സൗമ്യ, വിനോദ്, പ്രിയ തിരുവനന്തപുരം, സത്യൻ കണ്ണങ്കര, K രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമുദായത്തെ പരിഗണിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. വീരശൈവർക്ക് ബോർഡ് കോർപ്പറേഷനുകളിൽ പ്രാതിനിധ്യം നൽകണമെന്നും സംവരണ തോത് 10% വർദ്ധിപ്പിക്കണമെന്നും ആചാര്യൻ ബസവേശ്വരന്റെ പേരിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മാങ്കുരിശി സ്വദേശിനി ഡോക്ടർ TS റോഷ്നിയെ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സഫിയ ഇക്ബാലിന്റെ നേതൃത്വത്തിലാണ് വീട്ടിലെത്തി റോഷ്നിക്ക് ഉപഹാരം നൽകി അനുമോദിച്ചത്. സന്തോഷം നൽകുന്നതാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരുകയും ഇവരുടെ അതിൽ നേടിയെടുത്ത ഈ വിജയം സമൂഹത്തിലും വ്യക്തികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്ന് ആവശ്യപ്പെടുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാജറ ഇബ്രാഹിം, ജില്ലാ കമ്മിറ്റി അംഗം ഹബീബ കല്ലൂർ തുടങ്ങിയവരും പങ്കെടുത്തു. അതുപോലെ തന്നെ JH-ന്റെ വനിതാ വിഭാഗവും ഈ എന്റെ സന്തോഷം നിറഞ്ഞിരിക്കുന്ന ഒരു അവസരത്തിൽ വരാനും
എൻ്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളാനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് ആക്ച്വലി കൂടുതൽ ഒരു സ്ത്രീ എന്നതിൽ ഒരു കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ ഉള്ളത് എനിക്ക് ഭാഗ്യവും പ്രാർത്ഥനകളും എല്ലാവരുടെയും ഉണ്ടാവട്ടെ എന്നുള്ളതും അത് ഞാൻ നല്ലൊരു രീതിയിലുള്ള സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ എനിക്ക് കഴിയട്ടെ എന്നുള്ളതും ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണ്. ഇന്റർനാഷണൽ നായർ അസോസിയേഷൻ വാർഷിക സമ്മേളനം പാലക്കാട്ട് നടന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ജി മോഹൻ ഉദ്ഘാടനം ചെയ്തു. പിന്നെ നമ്മുടെയൊക്കെ പല കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമുക്ക് ലോക്കൽ NSS ഉണ്ട്. ഈ NSS എന്ന് പറയുന്നത് ഒരു നായർ സർവീസ് സൊസൈറ്റിയാണ്. ഇതിന്റെ വളർച്ച മാത്രമേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ ഉപകാരങ്ങളൊന്നും നമുക്കില്ല. ഇനിയിപ്പോ നമ്മളൊക്കെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു ചുവന്ന പട്ട് അവർ തരും. അതെന്തിനാണ് നമുക്കറിയാമല്ലോ. അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അതല്ലാതെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് എന്താണ് അവർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഒരു ഉദ്ദേശവുമില്ലാതാണ് അവർ മുമ്പോട്ട് നീങ്ങുന്നത്. അങ്ങനെയാണെന്നാണ് ഞങ്ങളെപ്പോഴുള്ള ചെറിയ ബിസിനസ്സുകാർ ഞങ്ങൾ ആലോചിച്ചിട്ടാണ് ഈ INA എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത്. ആചാര്യവന്ദനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. അസോസിയേഷൻ ട്രസ്റ്റി അഡ്വക്കേറ്റ് VR മനോരഞ്ജൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി SS മേനോൻ, ട്രഷറർ RR നായർ എന്നിവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് VR മനോരഞ്ജൻ എഴുതിയ അനദർ വേ ഓഫ് ലൈഫ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടത്തി. വിവിധ കലാപരിപാടികളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസിന്റെ അമിതാധികാര പ്രയോഗം കൊണ്ട് തൃശൂർ പൂരം അട്ടിമറിക്കപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് K മുരളീധരൻ. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ അമ്പേ പരാജയപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെയും BJPയുടെയും രഹസ്യ അജണ്ടയ്ക്ക് പൂരം പോലെ ഒരു ദേശീയ ഉത്സവത്തെ കരുവാക്കിയത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നും K മുരളീധരൻ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക്. വോട്ടുറപ്പിക്കാൻ മുന്നണികൾ. മലമ്പുഴ മണ്ഡലത്തെ ഇളക്കിമറിച്ച് BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയുടെ റോഡ് ഷോ. പട്ടാമ്പിയിൽ UDF ബൈക്ക് റാലി. ആലത്തൂർ മണ്ഡലത്തിലെ ചേലക്കരയിൽ UDF റാലിയും പൊതുയോഗവും. വ്യക്തിഹത്യയല്ല, ജനകീയ പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകേണ്ടതെന്ന് FYS. ചാവക്കാട് FYS തൃശൂർ ജില്ലാ പ്ലാറ്റൂൺ അസംബ്ലി. രൂക്ഷമായ തൊഴിലില്ലായ്മ രാജ്യം നേടിയെന്ന് അവകാശപ്പെടുന്ന പുരോഗതിയുടെ പൊള്ളത്തരത്തെ വെളിവാക്കുന്നതാണെന്ന് FYS സംസ്ഥാന സെക്രട്ടറി M മുഹമ്മദ് സാദിഖ്. വടക്കഞ്ചേരി പാർലിക്കാട് നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് അത്താണി സ്വദേശി സനീഷ് ബാബു. ചാലക്കുടി കൂടപ്പുഴയിലെ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.